ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഉം, സംസാരത്തിൽ നിന്ന് ഉം, മനസ്സിലായി. ഉം. അതായത് കുറച്ച് പച്ചപ്പൊക്കെ അതെ നിറച്ച് അതെ. പ്രകൃതിയൊക്കെ ഉള്ള ആ, അങ്ങനത്തെ ഒരു സ്പേസിൽ ആ, സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ആ, ചെയ്ത് ആ, ജീവിക്കുന്ന ആ. എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉം, എന്നുള്ള ഒരു തോട്ട് ഉം, എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഉം. ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിൽ കൂടെയൊക്കെ ഓ, പോയിട്ടുണ്ടോ? ആ. എങ്ങനെയാണ് ഒരു പാർട്ട്ണർ എന്നുള്ള കോൺസെപ്റ്റിനെ കാണുന്നത്? ഡു യു ബിലീവ് ഇൻ മാരേജസ് ഓർ ആണ്? യാ ഓഫ് കോഴ്സ്. എനിക്ക് ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് കല്യാണങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സക്സസ്ഫുൾ ആയി കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഹീലർ തന്നെ ഭൂമി ഉം. എന്തിച്ചു ഭയങ്കര ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അടിപൊളി കപ്പിൾസിൽ ഒരാളാണ്. അതേപോലെ തന്നെ പ്രശ്നങ്ങളുള്ള കപ്പിൾസിനെയും കണ്ടിട്ടുണ്ട്. സോ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഓവർ ദ ഇയേഴ്സ് ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഐ എം നോട്ട് സേ ഐ എം പെർഫെക്റ്റ്. ഐ ഹാവ് ലൈക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ അതായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ തോട്ട്. അത് നടക്കുമോ നടക്കില്ലേ അതൊക്കെ പിന്നെ. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. നമ്മളില്ലേ സ്നേഹം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണു, അവരെപ്പോഴും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര ലവി ഡവി കപ്പിളായിട്ട് നടക്കുക. അതല്ല സ്നേഹം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഐ തിങ്ക് സ്നേഹം ഇസ് വെൻ you show your vulnerability and the other person is like it's okay, you be yourself. I'm gonna be there. ഞാൻ എവിടെയും പോകുന്നില്ല. യു ടേക്ക് യുവർ ടൈം. ആൻഡ് ഇപ്പം ഉം, ഒരു 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 വ്യക്തി ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ മറ്റേ വ്യക്തിനോട് പോയി പറയാണ് എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പം അത് ആ വ്യക്തിനെയും കൂടി ബാധിക്കുന്ന തെറ്റാണെങ്കിൽ കൂടിയും ഇറ്റ്സ് ഓക്കെ, വിൽ സോർട്ട് ഇറ്റ്, വിൽ ഫിക്സ് ഇറ്റ്. ദാറ്റ് ഇസ് ലവ്. അതേപോലെ തന്നെ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു 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 പാർട്ട്ണർ ഉള്ളപ്പം നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോവും. അല്ലേ? നമ്മൾ ലൈഫിൽ ചില സമയത്ത് കയ്യിൽ നിന്ന് പോവും. പക്ഷെ നമ്മൾ ആ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് അപ്പുറത്തൊരു വ്യക്തി ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് മാത്രം നോക്കി നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ ദാറ്റ്സ് നോട്ട് ലവ്. ഇഫ് ദാറ്റ് പേഴ്സൺ കാൺ സീ ഇറ്റ്, ഒരു ഒരു വലിയൊരു ക്യാൻവാസിൽ അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് ലവ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. കാരണം നമ്മൾ ചില സിറ്റുവേഷനിൽ ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും ചില സിറ്റുവേഷനിൽ വി മെസ്സപ്പ്, നമ്മൾ കൊളാക്കും. അത് നമ്മൾ ഹ്യൂമൻസ് ആണ്. അത് ആക്സെപ്റ്റ് ചെയ്ത് അത് ആ വ്യക്തിയുടെ ഒരു വീക്ക് മൊമെൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് സ്നേഹം. അല്ലാണ്ട് ആ ഒരു കാര്യം വെച്ചിട്ട് പിന്നൊരു എന്താ പറയുക, ആ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ അത് വെച്ച് ജഡ്ജ് ചെയ്യലല്ല. സോ ഫോർ മീ ലവ് ഇസ് ബീങ് കൈൻഡ്. യുനോ അതായത് പ്രത്യേകിച്ച് എനിക്കൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കുന്നത് എന്നെ ഒരു പോയിന്റ് വരെ ഇല്ലേ നമ്മളെപ്പോഴും ഷിപ്പില്ല നമ്മൾ ബാക്കിയുള്ളവർ, അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ല, ചില ഫ്രണ്ട്ഷിപ്പുകളിൽ ചില സമയത്ത് നമ്മൾ അച്ഛനമ്മമാരെ പ്ലീസ് ചെയ്യാൻ നമ്മളെപ്പോഴും അപ്പുറത്തുള്ള ഒരാൾക്ക് വേണ്ടി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. യു ട്രൈ ടു ബി യു ട്രൈ ടു ഫിറ്റ് ഇൻ ടു ദാറ്റ് സ്പേസ്, ഓർ യു ട്രൈ ടു ഫിറ്റ് ഇൻ ടു ദാറ്റ് പേഴ്സൺസ് ലൈഫ്. ആൻഡ് ഓക്കെ എനിക്ക് ഇങ്ങനെ ചെയ്താൽ ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കും. പക്ഷെ ദാറ്റ്സ് നോട്ട് ലവ്. ലവ് ഇസ് വെൻ ദ അതർ പേഴ്സൺ, ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആ ആളുടെ നല്ലതും ചീത്തതും കാണാനും കേൾക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ് സ്നേഹം. അല്ലാണ്ട് ഇറ്റ്സ് വെരി ഈസി. ഇപ്പം ഷിബില ഇപ്പം ഞാൻ എനിക്ക് ഒരാളായിട്ട് ഐ എം ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് സമൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഡിഡ് സംതിങ് ആൻഡ് ഐ എം ഗോണ ടെൽ ഹിം ലൈക്ക് വാട്ട് യു ഡിഡ് ഇസ് റോങ്, ഐ കാൺ ടേക്ക് ദിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്ക് ഔട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത് ഭയങ്കര സുഖമാണ്. പക്ഷെ ആ പ്രശ്നത്തിലിരുന്ന് അതിൻ്റെ വൃത്തികേടുകളും അതിൻ്റെ നാസ്റ്റിനെസ്സും ആക്സെപ്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി അത് സോർട്ട് ചെയ്ത് ഒരുമിച്ച് പോകലാണ് സ്നേഹം. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ലൈക്ക് you work together as a team and no, I am not going to give up on you, you are not going to give up on me.
നമ്മളിത് സോർട്ട് ചെയ്യും എന്ന് പറയുന്നതാണ് സ്നേഹം. അല്ലാണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടുന്നതോ ദാറ്റ്സ് നോട്ട് ലവ്. Yeah, that's what I believe. And same time, there are couples. ഞാനിത് പറയുമ്പം ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഈ ഒരു എന്താ പറയുക പ്രശ്നം വരുമ്പം ഇട്ടിട്ട് പോകുന്നതെല്ലാം മോശം എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ സോർട്ട് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു ടോക്സിക് ബിഹേവിയറാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നെങ്കിൽ യു ഹാവ് ടു മൂവ് ഔട്ട്. യെസ്. ഓഫ് കോഴ്സ് അത് നമ്മൾ നമുക്ക് വേണ്ടി നിൽക്കണം. പക്ഷേ ഇഫ് യു ഹാവ് ഹോപ്പ് ഇൻ ദാറ്റ്, Yeah, യു നോ should hold on. ലവ്, അല്ലെങ്കിൽ നമുക്ക് മുറുക്കെ പിടിക്കാൻ പറ്റുന്ന, അതായത് നാളെ നമുക്കൊരു വളരെ മോശം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊപ്പം നിൽക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ then you have to work on that. You have to give that person one chance. That's love for me. Wish you good luck on love. Thank you.